രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാരായണീയം 74ാമത്തെ എപ്പിസോഡാണ്, 7ാമത്തെ ദശകമാണ്, 10ാമത്തെ ശ്ലോകമാണ്. ഇതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റിൽ കിട്ടും. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് നാരായണീയൻ ലഭിക്കും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയും ക്ലാദിനി ശക്തിയുമായ രാധാ റാണിയുടെ ജീവിത കഥ നിങ്ങൾക്ക് നിരവധി റിസർച്ച് നടത്തി ഞാൻ അവതരിപ്പിക്കുകയാണ് കിട്ടും. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ചിലർ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് നേരിട്ട് വന്ന് എൻ്റെ അടുത്ത് പഠിക്കാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നതാണ് എൻ്റെ രീതി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യമുണ്ട്. പിന്നെ ജ്യോതിഷപരമായ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ജ്യോതിഷത്തിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അത് നിങ്ങൾക്ക് കേൾക്കുക. ജ്യോതിഷപരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വിളിക്കുക, തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. പ്ലേലിസ്റ്റിൽ ഹിന്ദുക്കൾ അറിയേണ്ടവ നിശ്ചയമായും കേൾക്കണം, അല്ലെങ്കിൽ പലരുടെയും മുമ്പിൽ നിങ്ങൾക്ക് തല കുനിയേണ്ടതായിട്ട് വരും. അതേ കണക്ക് തന്നെ പിന്നെ നമ്മൾ ക്ഷേത്രങ്ങളെക്കുറിച്ച്, ഹിന്ദുക്കൾ സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഭക്തമീരയെക്കുറിച്ച് ഇട്ടിട്ടുണ്ട്. അതേ കണക്ക് കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കേൾക്കുക. അതേ കണക്ക് പിന്നെ രാധികാ കവചം 2 ഉണ്ട്. അത് ചൊല്ലിയിട്ട് വേണം രാധാ സഹസ്രനാമം പാടാൻ. ഈ രാധികാ കവചം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചും തന്നിട്ടുണ്ട്. കൃഷ്ണപ്രിയ അത് വളരെ മനോഹരമായി പാടിയിട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും നമ്മുടെ കൃഷ്ണപ്രിയ എന്ത് ചെയ്തിട്ടുണ്ട്, പാടിയിട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ
രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മാക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മാക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മാക്ക് ജയ്. അപ്പോൾ നമുക്ക് നാരായണീയം ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ നാരായണീയം പാടിത്തരുന്നത് നിങ്ങളുടെ പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന കൃഷ്ണശ്രീയാണ്. അപ്പൊ കൃഷ്ണശ്രീ ഒരു കാര്യം എന്നെ അറിയിച്ചിട്ടുണ്ട്. നോക്കൂ, കൃഷ്ണശ്രീ ഇൻഡിവിജ്വൽ ക്ലാസ്സും ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട്, ഗ്രൂപ്പ് ക്ലാസ്സുകളും ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട്. അപ്പം ഗ്രൂപ്പ് ക്ലാസ്സുകളിൽ ചേരേണ്ടവർക്ക് അങ്ങനെ ചേരാം. അതല്ല, പ്രത്യേകമായ ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ലഭിക്കുന്നതിനുള്ള ക്ലാസ്സുകളും രണ്ടും കൃഷ്ണശ്രീക്കുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഓരോ കുട്ടിയെയും പ്രത്യേകം അറ്റൻഷൻ ചെയ്ത് പഠിപ്പിക്കുന്നതാണ് ഇൻഡിവിജ്വല്. പിന്നെ ഗ്രൂപ്പായിട്ട് നമ്മൾ കുട്ടികൾ ഗ്രൂപ്പായിട്ടിരുന്ന് പാടുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് പേരല്ല, അതൊക്കെ കൃഷ്ണശ്രീ നിങ്ങൾ വിളിക്കുമ്പോൾ പറഞ്ഞു തരും. അപ്പോൾ കൃഷ്ണശ്രീ ഇപ്പോൾ ഗ്രൂപ്പ് ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ക്ലാസ്സുമുണ്ട്, ഗ്രൂപ്പ് ക്ലാസ്സുകളുമുണ്ട്. സ്ട്രീം എന്ന ഓൺലൈൻ മ്യൂസിക്, അതാണ് സ്ട്രീം എന്നാണ് കൃഷ്ണശ്രീയുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഏതാണ്ട് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് 10 വർഷത്തിൽ കൂടുതലായിട്ട് കൃഷ്ണശ്രീ കർണാട്ടിക് സംഗീതം പഠിപ്പിക്കുന്നുണ്ട്, ലൈറ്റ് മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിപ്പിക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കുന്നു, ലൈറ്റ് മ്യൂസിക് പഠിപ്പിക്കുന്നു, ഫിലിം സോങ്സ് പഠിപ്പിക്കുന്നു, ഭജൻസ് പഠിപ്പിക്കുന്നു, ഭക്തിഗാനങ്ങൾ പഠിപ്പിക്കുന്നു, ഗസൽസ് പഠിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഏത് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃഷ്ണശ്രീയുടെ അടുക്കൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഇങ്ങനെ ഒരു ടീച്ചർ വലിയ പാടാണ്. ചില ടീച്ചർമാരെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പഠിപ്പിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പഠിപ്പിക്കും. കൃഷ്ണശ്രീ അങ്ങനല്ല. ഏതാ നിങ്ങളുടെ ടേസ്റ്റ്? ഇപ്പൊ ചില ആളുകൾക്ക് ഭക്തിഗാനം മാത്രം മതി, ആയിക്കോട്ടെ, അത് പഠിപ്പിക്കും. ചിലർക്ക് ഗസലിനോടാണ് താല്പര്യം, അപ്പൊ കൃഷ്ണശ്രീ അത് പഠിപ്പിക്കും. അപ്പൊ കൃഷ്ണശ്രീ 10-ൽ കൂടുതൽ വർഷങ്ങളായിട്ട് കർണാടക സംഗീതവും കർണാട്ടിക് സംഗീതവും ലൈറ്റ് മ്യൂസിക്കും പിന്നെ ഫിലിം സോങ്സും ഭജൻസും ഗസൽസൊക്കെ പഠിക്കണം നിങ്ങൾ, കേട്ടോ. അത് എന്താ പറയേണ്ടത്, അതൊക്കെ വളരെ നല്ലതാണ്. കൃഷ്ണശ്രീയുടെ അടുത്ത് ചേർന്ന് നിങ്ങൾ ഗസൽസ് പഠിക്കണം. ഗസൽസും ഭക്തിഗാനങ്ങളും എല്ലാം നമ്മുടെ കൃഷ്ണശ്രീ പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ നാരായണീയം പാടിയിട്ട കൃഷ്ണശ്രീയെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച കഥയാണ്. നിങ്ങൾ കേട്ട് കാണും. ഒരു കൊച്ചു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടു, അല്ലേ? എന്താണ് ഇവിടുത്തെ പ്രശ്നം? ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനത്തിലെ സംഗീത സെമിനാറിൽ നമ്മുടെ കൃഷ്ണശ്രീക്ക് പാടാൻ അവസരം ലഭിക്കുക. അത് ഞാൻ കൃഷ്ണശ്രീയോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ട് കൃഷ്ണശ്രീയുടെ ആ ചെമ്പൈ സംഗീതോത്സവത്തിലെ ആലാപനമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇടാനായിട്ട് നോക്കാം. ഞാൻ അതിനെക്കുറിച്ച് കൃഷ്ണശ്രീയായിട്ടൊന്ന് സംസാരിക്കട്ടെ, പിന്നെ ആകട്ടെ, അതിനുള്ളൊരു ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണശ്രീ മോളെ മഹാഭാഗ്യവതിയാണ്, പുണ്യവതി. മോളാണ് യഥാർത്ഥ ഭക്ത. കൃഷ്ണശ്രീ യഥാർത്ഥ ഭക്തയാണ്. ഇപ്പം കൃഷ്ണശ്രീയുടെ വീട്ടിലോ കൃഷ്ണശ്രീയുടെ കുടുംബത്തിലോ ഒക്കെ പാടുന്നവരുണ്ടോ? എനിക്കറിയില്ല. കൃഷ്ണശ്രീയുടെ വീട്ടിലും കൃഷ്ണശ്രീയുടെ കുടുംബത്തിലും അല്ലെങ്കിൽ കൃഷ്ണശ്രീയുടെ സുഹൃത്തുക്കളായിട്ടോ പാട്ടുപാടുന്നവരുണ്ടെങ്കിൽ ഇവരിൽ എത്ര പേർക്ക് ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ അവസരം ലഭിച്ചു എന്ന് ആലോചിച്ചു നോക്കെ. കൃഷ്ണശ്രീയുടെ ബന്ധുക്കളൊക്കെ ഒരുപാട് ഭക്തിയുള്ളവർ കാണാം, അമ്പലത്തിൽ പോകുന്നവർ കാണാം, എല്ലാം കാണാം. പക്ഷെ കൃഷ്ണശ്രീയെ സംബന്ധിച്ചിടത്തോളം അവരാരെങ്കിലും ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറയുന്നു, കൃഷ്ണശ്രീയുടെ കുടുംബത്തിൽ തന്നെ ഏറ്റവും വലിയ ഭാഗ്യവതി, ഏറ്റവും വലിയ പുണ്യവതി, ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ടത് ആര് തന്നെയാണ്? കൃഷ്ണശ്രീ തന്നെയാണ്. ഞാൻ കുടുംബത്തിൽ നിന്ന് എടുത്തു പറഞ്ഞത്, അതായത് ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ ഒരുമാതിരിപ്പെട്ടവർക്ക് പറ്റില്ല.
അതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസും പിന്നെ ഭഗവാന്റെ ഒരു അനുഗ്രഹവും വേണം. അപ്പൊ ചെമ്പൈ സംഗീതോത്സവത്തിൽ ആരൊക്കെ പാടുന്നു അവരെല്ലാം ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ടവരാണ്. ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ടവരാകാത്ത ഒരാൾക്ക് പോലും ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ കഴിയില്ല. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഈവൻ നമ്മളെ ഒരു കൊച്ചു ചാനലിൽ അഷ്ടപതി പാടണമെന്നിരിക്കട്ടെ, ആ അഷ്ടപതി പാടണമെങ്കിലോ നാരായണീയം പാടണമെങ്കിലോ പോലും ഭഗവാന് പ്രിയപ്പെട്ടവർക്കേ പാടാൻ പറ്റൂ. ഭഗവാന് പ്രിയപ്പെട്ടതല്ലാത്ത അഷ്ടപതി രാധാറാണിക്ക് പ്രിയപ്പെട്ടവരല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പാടാൻ പറ്റില്ല അവർക്ക്. സംശയമൊന്നും വേണ്ട അതിനകത്ത്, സംശയമൊന്നും വേണ്ട അതിനകത്ത്. രാധാജിക്ക് പ്രിയപ്പെട്ടാലേ അഷ്ടപതി പാടാൻ പറ്റൂ, കൃഷ്ണന് പ്രിയപ്പെട്ടാലേ നാരായണീയം പാടാൻ പറ്റൂ, കൃഷ്ണനും രാധാറാണിക്കും ഒന്നുപോലെ പ്രിയപ്പെട്ടാലേ ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റൂ. എനിക്കറിയില്ല മോളുടെ കുടുംബത്തിൽ ആരെങ്കിലും ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. അതില്ല എങ്കിൽ മോളുടെ കുടുംബത്തിൽ ഈ എന്താ പറയേണ്ടത്, ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ടത് കൃഷ്ണശ്രീ തന്നെയാണ്. യാതൊരു സംശയവും വേണ്ട. കൃഷ്ണശ്രീ ഇനി അങ്ങോട്ട് ഉയരാൻ പോവുകയാണ്, ഉയരങ്ങളിലേക്ക് പോവുകയാണ്. അതേ കണക്ക് തന്നെ ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ ഭഗവാൻ പ്രിയപ്പെട്ടതായി തിരഞ്ഞെടുത്തവരിൽ ഒരാളും കൃഷ്ണശ്രീ തന്നെയാണ്. അങ്ങനെ സ്വന്തം ഭവനത്തിലും ഏറ്റവും വലിയ ഗുരുവായൂരപ്പ ഭക്തയും ഈ പ്രപഞ്ചത്തിലെ ഗുരുവായൂരപ്പ ഭക്തരുടെ എണ്ണമെടുത്താൽ അവരിലും ഒരാളായി നമ്മുടെ കൃഷ്ണശ്രീ മാറിയിരിക്കുന്നു. എനിക്ക് സന്തോഷമുണ്ട്. രാധേ രാധേ ചാനൽ കാണുന്ന ഓരോരുത്തർക്കും കൃഷ്ണശ്രീയുടെ ഉയർച്ചയിൽ വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. കൃഷ്ണശ്രീ ശരിക്കും ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ അവസരം ലഭിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ ഗുരുവായൂരപ്പൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയാണ് അതിനകത്തേക്ക്. ശരിക്കും കൃഷ്ണശ്രീ മോൾ അവിടെ പാടിയെന്നും ഗുരുവായൂരപ്പനെ എന്താ പറയേണ്ടത്, നേരിട്ട് ചെന്ന് ദർശനം നടത്തിയെന്നുമൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് കണ്ണും നിറഞ്ഞു, എനിക്ക് രോമാഞ്ചവും ഉണ്ടായി. അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് മോള് കുതിക്കാൻ പോവുകയാണ്, സംശയം ഒന്നും വേണ്ട. അപ്പോൾ ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുത്തു എന്നുള്ളത് മാത്രമാണ്, അതൊരു ഭയങ്കരമായ ക്വാളിറ്റി. പിന്നെ നിങ്ങൾക്കറിയാം ആൾ ഇന്ത്യ റേഡിയോ ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ്, ജനൻ TV പാടൂ നേടൂ വിന്നറാണ്, ഏഷ്യാനെറ്റ് സൂപ്പർ വോയിസ് സെമി ഫൈനലിസ്റ്റ് ആണ്, ഫ്ലവേഴ്സ് TV മ്യൂസിക്കൽ വൈഫ് റണ്ണറപ്പ് ആണ്, പ്ലേബാക്ക് സിംഗറാണ്, റെക്കോർഡിംഗ് ആർട്ടിസ്റ്റാണ്, സ്റ്റേജ് പെർഫോമറാണ്, ടീച്ചർ ആൻഡ് വോക്കൽ ട്രെയിനറാണ്, അതൊക്കെയാണ്. പക്ഷേ ഞാൻ പറയും കൃഷ്ണശ്രീ അതിനേക്കാൾ ഉപരിയായി ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ ലഭിച്ച ഭാഗ്യവതി എന്ന് മാത്രമല്ല, ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ അനുഗ്രഹം ലഭിച്ചവരിൽ തന്നെ എത്ര പേരെ ഭഗവാൻ കൈപിടിച്ചു കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ഭാഗ്യവും ആർക്ക് ലഭിച്ചിരിക്കുന്നു? നമ്മുടെ കൃഷ്ണശ്രീക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട രാധേ രാധേ ചാനലിലെ ഓരോരുത്തർക്കും കൃഷ്ണശ്രീ പ്രിയപ്പെട്ടതാ. കാരണം അവർക്ക് കുറച്ച് നാളായിട്ട് 2-3 ദശകങ്ങൾ കൃഷ്ണശ്രീ തന്നെ ഇങ്ങനെ പാടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും എനിക്കും രാധേ രാധേ ചാനൽ കാണുന്ന ഓരോരുത്തർക്കും കൃഷ്ണശ്രീയെ ഇഷ്ടമാണ്. കൃഷ്ണശ്രീക്ക് ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ അനുഗ്രഹം ലഭിച്ചു. സാക്ഷാൽ ഭഗവാൻ കൃഷ്ണശ്രീയുടെ കൈ പിടിച്ചുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറി. അങ്ങനെ കൃഷ്ണശ്രീ ഏറ്റവും വലിയ ഗുരുവായൂരപ്പ ഭക്തയായി മാറി. ഞങ്ങളെ എക്കാൾ വലിയ ഗുരുവായൂരപ്പ ഭക്തയായി മാറിക്കഴിഞ്ഞു. അതിൽ ഞാനും രാധേ രാധേ ചാനൽ കാണുന്ന ഓരോരുത്തരും അഭിമാനിക്കുന്നു. രാധേ രാധേ ചാനൽ കൃഷ്ണശ്രീയെ അഭിനന്ദിക്കുന്നു. കൃഷ്ണശ്രീ മോളെ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, നമ്മുടെ കൃഷ്ണശ്രീ ഗ്രൂപ്പ് ക്ലാസ്സുകളും ആരംഭിക്കുന്നു, ഇൻഡിവിജ്വൽ ക്ലാസ്സുകളും ആരംഭിക്കുന്നു. പിന്നെ ഞാൻ എടുത്തു പറഞ്ഞല്ലോ, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കർണാട്ടിക് മ്യൂസിക് വേണ്ടവർക്ക് അത്, ലൈറ്റ് മ്യൂസിക് വേണ്ടവർക്ക് അത് പഠിപ്പിക്കും, ഫിലിം സോങ് വേണ്ടവർക്ക് അത്, ഭജൻസ് വേണ്ടവർക്ക് അത്, ഗസൽസ് എന്ന അത്ഭുതം വേണ്ടവർക്ക് അത്. ഈ രാധേ രാധേ ചാനൽ കേൾക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയും, നിങ്ങൾ പാടാൻ ഒരു അല്പം കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കൃഷ്ണശ്രീയുടെ അടുത്ത് പോയി ഗസൽസ് പഠിക്കും. അത് അപാരമാണത്, ഗസൽസ് അപാരമാണ് കേട്ടോ. നിങ്ങൾ ഇതിനകത്ത് പാടാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കൃഷ്ണശ്രീയുടെ അടുത്ത് പോയി നിങ്ങൾ ഗസൽസ് പഠിക്കൂ. പിന്നെ ഭക്തിഗാനങ്ങൾ പഠിപ്പിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന കൃഷ്ണശ്രീക്ക് രാധേ രാധേ ചാനലിന്റെ
ഹൃദയത്തിൽ തട്ടിയ അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ പ്രിയങ്കരിയായ ഗുരുവായൂരപ്പൻ്റെ പ്രിയങ്കരിയായ ഞങ്ങളെക്കാൾ വലിയ ഗുരുവായൂരപ്പ ഭക്തയായ കൃഷ്ണശ്രീ ഇതാ നാരായണീയം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പാടുകയാണ്. കേട്ടുകൊള്ളൂ. ആതാമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാന സർഗവിധിഭിർബന്ധോപി സഞ്ജായതേ ഇത്യാഭാഷ്യ ഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയസ്സ ഭഗവൻ ഉല്ലാസയോലാഘതാ. അപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീ മനോഹരമായി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നോക്കേ. ആ താമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാന സർഗവിധിഭിർബന്ധോ അഭി സജ്ഞായതേ ഇത്യാഭാഷ്യ ഗിരം പ്രദോക്ഷ്യ നിതരാം തച്ചിത്ത ഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവന്നുല്ലാസയോല്ലാഖദാം കഥാം. അപ്പോ അർത്ഥം എഴുതിക്കോ. ആ താമ്രേ, ആ താമ്രേ അല്പം ചുവന്ന നിറമുള്ള, അല്പം ചുവന്ന നിറമുള്ള ചരണേ പാദങ്ങളിൽ, പാദങ്ങളിൽ വിനമ്രമത താണു വണങ്ങിയ, താണു വണങ്ങിയ തം ബ്രഹ്മാവിനെ ഹസ്തേന ഹസ്തേ കൈകൊണ്ട് കയ്യിൽ, ഹസ്തേന കൈകൊണ്ട്, ഹസ്തേ കയ്യിൽ സ്പൃശൻ തൊട്ടുകൊണ്ട് ബോധസ്തേ ഭവിത അങ്ങേക്ക് ജ്ഞാനമുണ്ടാകും സർഗവിധിഭി സൃഷ്ടികർമ്മത്തിൽ, സർഗവിധിഭി സൃഷ്ടികർമ്മത്തിൽ ബന്ധോ അഭി, ബന്ധോ അഭി ബന്ധം സജ്ഞായതേ ഉണ്ടാവുക, ന ഇല്ല, സജ്ഞായതേ ഉണ്ടാവുക, ന ഇല്ല. ഇത്യാഭാഷ്യ ഇങ്ങനെ പറഞ്ഞിട്ട് ഗിരം വാക്കിനെ, വാക്കിനെ പ്രദോഷ്യ സന്തോഷിപ്പിച്ചിട്ട്, സന്തോഷിപ്പിച്ചിട്ട് നിതരാം എപ്പോഴും തച്ചിത്ത അവൻ്റെ മനസ്സിൽ, തച്ചിത്ത അവൻ്റെ മനസ്സിൽ ഗൂഢ രഹസ്യമായി സ്വയം തനിയെ സൃഷ്ടവും സൃഷ്ടിയിൽ തം ബ്രഹ്മാവിൻ്റെ, ശരിക്കും പറഞ്ഞാൽ തം ആ ബ്രഹ്മാവിൻ്റെ എന്ന് നമുക്ക് പറയാം, ആ ബ്രഹ്മാവിൻ്റെ സമുദൈരയ, സമുദൈരയ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം പ്രേരിപ്പിച്ചു, നല്ലവണ്ണം പ്രേരിപ്പിച്ചു. ഭഗവൻ ഭഗവാനെ ഉല്ലാസയോ സന്തോഷിപ്പിക്കണോ, ഉല്ലാഖാദം, ഉല്ലാഖാദം ആരോഗ്യത്തെ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്പം ഇളം ചുവപ്പുള്ള ഭഗവാന്റെ പാദങ്ങളിൽ താണു വണങ്ങുന്ന ബ്രഹ്മാവിൻ്റെ കൈകളെ തൻ്റെ കൈകളാൽ തൊട്ടുകൊണ്ട് അങ്ങേക്ക് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകും, സൃഷ്ടികർമ്മത്തിൽ ഒട്ടലുണ്ടാകില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ ബ്രഹ്മാവിനെ സന്തോഷിപ്പിക്കുകയും എന്നിട്ട് ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഗൂഢമായി സ്ഥിതി ചെയ്ത് ബ്രഹ്മാവിനെ സൃഷ്ടികർമ്മത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്രകാരമുള്ള എൻ്റെ ഭഗവാനെ എൻ്റെ ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണമേ. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഭഗവാന്റെ പാദത്തിൻ്റെ നിറം ഇളം ചുവപ്പാണ്. ആ പാദങ്ങളിൽ വീണ ബ്രഹ്മാവിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ കൈകൾ കൊണ്ട് തൊടുകയും പിടിച്ചെഴുന്നേൽപ്പിക്കുകയും എന്നിട്ട് ബ്രഹ്മാവിനോട് അങ്ങേക്ക് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. പിന്നെ അങ്ങ് സൃഷ്ടികർമ്മം നടത്തുമ്പോൾ
ഒരു സൃഷ്ടിയോടും അങ്ങേക്ക് ഒട്ടലുണ്ടാവുകയില്ല എന്നും അനുഗ്രഹിച്ചു. അപ്പോൾ ബ്രഹ്മാവ് സന്തോഷിച്ചു. എന്നിട്ട് ഭഗവാൻ ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് കയറി വളരെ ഗൂഢമായി രഹസ്യമായി സ്ഥിതി ചെയ്തിട്ട് ബ്രഹ്മാവിനെ നീ സൃഷ്ടി നടത്തൂ എന്നിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ കയറി ബ്രഹ്മാവിനെ സൃഷ്ടി നടത്താൻ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്ന ഭഗവാനെ, ശ്രീകൃഷ്ണ എൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിച്ചു തരേണമേ എന്നാണ് പ്രാർത്ഥന. ഇനി നമുക്ക് അടുത്ത ഒന്നാമത്തെ വരിയിലേക്ക് കടക്കാം. എന്താണ് ഒന്നാമത്തെ വരിയിൽ പറയുന്നത്? ആ താമ്രേ ചരണേ വിനമ്രമഥം ഹസ്തേന ഹസ്തേ സ്പൃശൻ. ആ താമ്രേ അല്പം ചുവന്ന നിറമുള്ള, ചരണേ പാദങ്ങളിൽ, വിനിമ്രമഥ താണുവണങ്ങിയ, തം ബ്രഹ്മാവിനെ, ഹസ്തേന കൈകൊണ്ട്, ഹസ്തേ കയ്യിൽ, സ്പൃശൻ തൊട്ടുകൊണ്ട്. അതായത് 7-8 ശ്ലോകങ്ങളിൽ ഭഗവാന്റെ സ്വരൂപം കവി നല്ല മനോഹരമായിട്ട് വർണ്ണിച്ചു. അങ്ങനെ 7-8 ശ്ലോകങ്ങളിൽ ഭഗവാന്റെ സ്വരൂപം എന്തെന്ന് കവി ഭംഗിയായി അങ്ങോട്ട് വർണ്ണിച്ചു. ആ സ്വരൂപം ബ്രഹ്മാവ് നേരിട്ട് കാണുകയാണ്. സാക്ഷാൽ ലക്ഷ്മി ദേവിയെയും കണ്ടു, ഭഗവാനെയും കണ്ടു, വൈകുണ്ഠവും കണ്ടു. അതോടുകൂടി ബ്രഹ്മാവ് വല്ലാതെ സംഭ്രമിച്ചു പോയി. ആ സംഭ്രമം അടങ്ങിയപ്പോൾ അതിയായ ആനന്ദവും ആവേശവും ബ്രഹ്മാവിനെ കീഴ്പ്പെടുത്തി. അങ്ങനെ ആവേശഭരിതനായ ബ്രഹ്മാവ് ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണിട്ട് എന്തു ചെയ്തു? 2 കൈയും കൂപ്പിക്കൊണ്ട് തനിക്ക് ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തരണേ എന്ന് അപേക്ഷിച്ചു. എന്നാലേ സൃഷ്ടി നടത്താൻ പറ്റൂ. അങ്ങനെ തനിക്ക് ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞു തരേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ അല്പം ചുവന്ന പാദങ്ങളിൽ വീണ് കിടക്കുന്ന ബ്രഹ്മാവിനെ ഭഗവാൻ കാരുണ്യത്താൽ തൻ്റെ കൈകൾ കൊണ്ട് തൊട്ടു. ഇതാണ് ഒന്നാമത്തെ വരിയിൽ പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം. ബോധസ്ഥേ ഭവിത ന സർഗവിധിഭിർ ബന്ധോ അഭി സജ്ഞായതേ. ബോധസ്ഥേ ഭവിത, അർത്ഥം അങ്ങേക്ക് ജ്ഞാനമുണ്ടാകും. ന ഇല്ല, സർഗവിധിഭിർ സൃഷ്ടികർമ്മത്തിൽ, ബന്ധോ അഭി ബന്ധനം, സംചായതേ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? തൻ്റെ പാദത്തിൽ വീണ് കിടക്കുന്ന ബ്രഹ്മാവിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൈകൊണ്ട് തൊട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. അല്ലയോ ബ്രഹ്മാവേ, നിനക്ക് ജ്ഞാനമുണ്ടാകട്ടെ എന്നനുഗ്രഹിച്ചു. അപ്പൊ എന്താണ് ഈ ജ്ഞാനം? ബ്രഹ്മാവ് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഭഗവാനെ, എനിക്ക് അങ്ങയുടെ ദ്വൈതഭാവവും അദ്വൈതഭാവവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കിച്ചു തരണേ. ആ 2 വ്യത്യാസങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ബ്രഹ്മാവിന് സൃഷ്ടി നടത്താൻ പറ്റൂ. ബ്രഹ്മാവ് നടത്തേണ്ട സൃഷ്ടി എന്ന് പറയുന്നത് പ്രപഞ്ചത്തെയാണ് സൃഷ്ടിക്കേണ്ടത്. ഈ പ്രപഞ്ചം ഭഗവാന്റെ ദ്വൈതഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ദ്വൈതം എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. ബ്രഹ്മം, ആ ബ്രഹ്മത്തിന് രൂപമില്ല, ഉജ്ജ്വലമായ ഒരു പ്രകാശം. ആ ഉജ്ജ്വലമായ പ്രകാശം എന്തു ചെയ്യുന്നു? ഒരു രൂപം കൈക്കൊള്ളുന്നു. ആ രൂപം കൈക്കൊള്ളുന്നതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആ രൂപം കൈക്കൊള്ളുന്ന ഭഗവാനും അതേ കണക്ക് തന്നെ സൃഷ്ടി നടത്തുന്ന മനുഷ്യർക്കും ജീവിക്കാൻ ഈ പ്രപഞ്ചവും വേണം. അപ്പൊ ഭഗവാനും ദ്വൈതവും ബ്രഹ്മത്തിന്റെ 2ാമത്തെ ഭാവമാണ്. മനസ്സിലായല്ലോ? യാതൊരു രൂപവുമില്ലാതെ ഉജ്ജ്വലമായ പ്രകാശമാണ് ആരെന്ന് പറയുന്നത്? ബ്രഹ്മം. അതിനെയാണ് ഭഗവാന്റെ അദ്വൈത ഭാവം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കടലാണ് ഭഗവാന്റെ അദ്വൈത ഭാവം. അതായത് നടുക്കടൽ.
കടലിൻ്റെ സമുദ്രത്തിൻ്റെ നടുക്ക് തിരകളില്ല, ശാന്തമാണ്. അതേസമയം കരയിലേക്ക് വരുമ്പോൾ കടലിൻ്റെ രണ്ടാമത്തെ ഭാവമുണ്ട്. എന്താണ്? തിരകൾ വന്നിങ്ങനെ അടിക്കും. അപ്പം നടുക്കടല് ശാന്തം, അത് ഭഗവാന്റെ അദ്വൈത ഭാവം. കരയിൽ നമ്മൾ കാല് നനയ്ക്കാൻ നിൽക്കുമ്പോൾ തിരകൾ പൊങ്ങി വന്നടിക്കും, അത് എന്താണ്? കടലിൻ്റെ രണ്ടാം ഭാവം. ഇതുപോലെ നിശ്ചലമായി കിടക്കുന്ന പരബ്രഹ്മമാണ് അദ്വൈതം. അതേപോലെ ആ പരബ്രഹ്മം എന്ന ഊർജം ഭഗവാന്റെ രൂപം കൈക്കൊള്ളുകയും ആ രൂപത്തിനും മറ്റുള്ളവർക്കും ജീവിക്കാൻ പ്രപഞ്ചം അത്യാവശ്യമായി വരികയും ചെയ്യുന്നു. ആ ഭഗവാനും പ്രപഞ്ചവുമാണ് ഭഗവാന്റെ രണ്ടാമത്തെ അദ്വൈത രൂപം. അപ്പൊ ഭഗവാനെ ഇതെന്താണെന്ന്, ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം, ആ ഊർജത്തിൽ നിന്ന് എങ്ങനെയാണ് ഭഗവാൻ രൂപം കൊണ്ടത്, ആ ഊർജത്തെ എങ്ങനെയാണ് പ്രപഞ്ചമാക്കി മാറ്റേണ്ടത്, ഈ അറിവ് കിട്ടിയാലേ ബ്രഹ്മാവിന് എന്ത് ചെയ്യാൻ പറ്റൂ? സൃഷ്ടി നടത്താൻ പറ്റൂ. അപ്പൊ ഭഗവാൻ ബ്രഹ്മാവിന്റെ കയ്യിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, നിനക്ക് ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം ഇതാ ഈ നിമിഷം നിനക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ നിമിഷം തന്നെ ബ്രഹ്മാവിന് ഏത് കിട്ടി? ആ അറിവ് കിട്ടി. ഈ അറിവിനെയാണ് കവിയുടെ ജ്ഞാനമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ബ്രഹ്മാവിൻ്റെ രണ്ടാമതൊരു പ്രാർത്ഥനയുണ്ട്, ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുമ്പോൾ തൻ്റെ സൃഷ്ടിയോട് ബ്രഹ്മാവിന് മമതയുണ്ടാകാം. ആ മമതയല്ലെങ്കിൽ ഇഷ്ടം ബ്രഹ്മാവിനൊരു ബന്ധനമായി മാറും. ഇതാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ഈ പ്രപഞ്ചം നിലനിർത്തണമെങ്കിൽ സൃഷ്ടി അത്യാവശ്യമാണ്. അതിനായി നമ്മൾ വിവാഹം കഴിക്കുന്നു, വിവാഹം കഴിച്ച് നമ്മൾ സൃഷ്ടി നടത്തുന്നു. പക്ഷെ ആ സൃഷ്ടിയോട് നമുക്കങ്ങ് ഒട്ടിപ്പോയി. അതോടുകൂടി നമ്മൾ യഥാർത്ഥ ജ്ഞാനം, ദ്വൈതവും അദ്വൈതവും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? മറന്നുപോയി. മനസ്സിലായ? ഈ ബ്രഹ്മാവ് ചെയ്യുന്ന പണി തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. രണ്ട് രീതി ആണെന്നേ ഉള്ളൂ. ബ്രഹ്മാവിൻ്റെ ശക്തിയല്ല, അതിൻ്റെ ചെറിയ രീതി. അതായത് നമ്മൾ കല്യാണം കഴിച്ചു, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മളും സൃഷ്ടി നടത്തുന്നു. പക്ഷെ ആ സൃഷ്ടിയോട് ഒട്ടൽ വരുന്നതോടുകൂടി നമ്മൾ നടത്തിയ സൃഷ്ടി, മകൻ അല്ലെങ്കിൽ മകൾ, അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ നിങ്ങളുടെ ഹൃദയം വിഷമിച്ചു, അവർക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ നിങ്ങൾ അസ്വസ്ഥരായി, അതായത് നിങ്ങൾ ബന്ധിക്കപ്പെട്ടു. അപ്പൊ ബ്രഹ്മാവ് കോടാനുകോടി മനുഷ്യരെയും ജീവജാലങ്ങളെയും നിർമ്മിക്കുമ്പോൾ നമ്മളെപ്പോലെ ബ്രഹ്മാവിനൊരു മമതയുണ്ടായാൽ, നമ്മളിൽ ഒരാള് മരിച്ചു പോകുമ്പോൾ ഒരു ജീവി ഒന്ന് വെടിയേറ്റ് വീണാൽ, അങ്ങനെ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമ്പോൾ ഒരു മൃഗം മറ്റൊരു മൃഗത്തെ പിടിച്ചു തിന്നാൽ അതോടെ ബ്രഹ്മാവിൻ്റെ മനസ്സ് പിടയും, ബ്രഹ്മാവ് കരയും. അല്ലേ? നമ്മൾ നമ്മുടെ മക്കൾ മരിക്കുമ്പം കരയുന്ന കണക്ക് ബ്രഹ്മാവ് കരയും. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാവിന് കരയാനേ സമയം കാണൂ. എന്തുകൊണ്ട്? എന്നും ആരെങ്കിലും ഒക്കെ മരിക്കുന്നുണ്ട്. അപ്പൊ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത്, ഭഗവാനെ ഞാൻ സൃഷ്ടി നടത്താം, അതിനോട് എനിക്ക് ഒട്ടല് വരല്ലേ. ഒട്ടല് വന്നു പോയി കഴിഞ്ഞാൽ ഞാൻ ബന്ധിക്കപ്പെടുന്നു. ഇതാണ് നിങ്ങളും ചെയ്യേണ്ടത്. ഭഗവാനോടുള്ള പ്രാർത്ഥന, ഭഗവാനെ ഞാൻ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി സന്തതിയെ ഉൽപ്പാദിപ്പിക്കുന്നു, പക്ഷേ എനിക്ക് അതിനോട് ഒട്ടല് തരല്ലേ. ആ ഒട്ടലാണ് വ്യത്യാസപ്പെടുക. ആ ഒട്ടലില്ലാതായാൽ ആ നിമിഷം നിങ്ങളും ബ്രഹ്മാവായി. അതാണ് പ്രശ്നം. നിങ്ങൾ സന്തതികളെ ജനിപ്പിച്ചു, പക്ഷെ മക്കളോട് അല്ലെങ്കിൽ അമ്മയോട് അച്ഛനോട് ആരോടും നിങ്ങൾക്കൊരൊട്ടലില്ലെങ്കിൽ നിങ്ങൾ ആ നിമിഷം ബ്രഹ്മാവായി. ബ്രഹ്മാവിൻ്റെ ഈ പ്രാർത്ഥന, ഞാൻ സൃഷ്ടി നടത്താം, പക്ഷെ എനിക്ക് അവരോട് സ്നേഹം വരരുത്, മമത വരരുത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ന സർഗവിധിർബന്ധോ അഭിസഞ്ജായതേ. കണ്ടില്ലേ? ന സർഗവിധിർ, ന ഇല്ല, സർഗവിധിർ സൃഷ്ടികർമ്മത്തിൽ, സഞ്ജായതേ ഉണ്ടാവുകയില്ല. എന്ത്? ബന്ധോ അഭി. അതാണ് ന സർഗവിധിർ എന്ന് പറഞ്ഞാൽ സർഗവിധി സൃഷ്ടികർമ്മത്തിൽ, ബന്ധോ അഭി നിനക്ക് ബന്ധനം ഉണ്ടാവുക, സഞ്ജായതേ ഉണ്ടാവുക, ന ഇല്ല എന്ന അനുഗ്രഹവും കൊടുത്തു. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിന് ദ്വൈതവും
അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാക്കി കൊടുത്തു. നീ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുന്ന ഒന്നിനോടും നിനക്ക് സ്നേഹമുണ്ടാകില്ല, മമതയുണ്ടാകില്ല, ഒട്ടലുണ്ടാകില്ല എന്ന അനുഗ്രഹവും ഭഗവാൻ കൊടുത്തു. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. ഇത്യാഭാഷ്യഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം. ഇത്യാഭാഷ്യ ഇങ്ങനെ പറഞ്ഞിട്ട്, ഗിരം വാക്ക്, പ്രദോഷ്യ സന്തോഷിപ്പിച്ചിട്ട്, നിതരാം എപ്പോഴും, തച്ചിത്തം ഹൃദയത്തിൽ, ഗൂഢ രഹസ്യമായി, സ്വയം തന്നെത്താനെ. അതായത് ബ്രഹ്മാവിന് രണ്ട് അനുഗ്രഹങ്ങൾ കൊടുത്തു. ഒന്ന്, ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം ഇതാ നിനക്ക് കിട്ടിക്കഴിഞ്ഞു. രണ്ട്, സൃഷ്ടികർമ്മം നടത്തുമ്പോൾ നിന്റെ സൃഷ്ടിയോട് നിനക്ക് ഒരിക്കലും എന്തുണ്ടാകില്ല, ഒട്ടല് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം, എന്നിട്ട് എന്ത് ചെയ്തു? അപ്പൊ ഇത്രയുമായപ്പോൾ ബ്രഹ്മാവ് ഭയങ്കര സന്തോഷവാനായി. താൻ ആഗ്രഹിച്ച രണ്ട് വരവും കിട്ടി. ആ സന്തോഷവാനായി നിൽക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. അതായത് എന്തിനാ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ പ്രവേശിച്ചത്? നമുക്ക് അറിവുണ്ടായതുകൊണ്ട് മാത്രം സൃഷ്ടി നടത്താൻ പറ്റില്ല. ജ്ഞാനമുണ്ടായതുകൊണ്ട് സൃഷ്ടി പൂർണ്ണമാകില്ല. ഹൃദയത്തിൽ ഭഗവാന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. ഹൃദയത്തിൽ ഭഗവാന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ സൃഷ്ടികർമ്മം ഒരിക്കലും പൂർണ്ണമാകില്ല. അതുകൊണ്ടാണ് ബ്രാഹ്മണരിൽ ഒരു വിഭാഗം അവർ സൃഷ്ടികർമ്മം നടത്തുമ്പോൾ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ തീരുമാനിച്ചാൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് ഭാര്യയും ഭർത്താവും ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങൾ സൃഷ്ടികർമ്മം നടത്താൻ പോവുകയാണേ, അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മൾ നടത്തുന്ന സൃഷ്ടി പൂർണ്ണമാകണമെങ്കിൽ ആര് ഹൃദയത്തിൽ വേണം? ഭഗവാൻ ഹൃദയത്തിൽ വേണം. അങ്ങനെ ഭഗവാനെ ഹൃദയത്തിൽ ആവാഹിച്ചിട്ട് വേണം മനുഷ്യൻ പോലും സൃഷ്ടി നടത്തേണ്ടത്. ബ്രഹ്മാവ് പോലും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയാനുണ്ടോ? പക്ഷേ മനുഷ്യൻ അവന് തമോ ഗുണം കൂടിയത് കൊണ്ട് അവനിൽ കാമം ഉണ്ടാവുകയും കാമം അങ്ങോട്ട് മൂക്കുമ്പോൾ അവൻ കയറി സൃഷ്ടികർമ്മം നടത്തുകയും അത്തരം മക്കളാണ് ആ അച്ഛനെയും അമ്മയെയും അടിച്ചു കൊല്ലുന്നതും ഭീകരവാദത്തിനൊക്കെ പോകുന്നതും. ഇതൊക്കെ അങ്ങനെ ജനിക്കുന്ന കുട്ടികളാണെന്ന് നിങ്ങൾ അറിയുക. അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ബ്രഹ്മാവിന് നല്ല സൃഷ്ടികർമ്മം നടത്താൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇത് മനുഷ്യർക്കും ഒക്കെ ബാധകമാണ്. ഇതിലൂടെ മനുഷ്യൻ ഒരു സന്ദേശം കൊടുക്കുകയാണ്. ഹേ മനുഷ്യ, നീ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളെ ആശ്രയിക്കുക. ഭഗവാൻ നിനക്ക് തരുന്ന വരങ്ങളിൽ സന്തോഷിക്കുക. ഇത്രയുമായാൽ നിനക്ക് ജ്ഞാനം കിട്ടും. അതായത് ഭഗവാൻ നമുക്ക് തരുന്ന വരം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നല്ലത് മാത്രമല്ല, ഒരാൾ വന്ന് നിങ്ങൾക്കൊരടി തന്നാൽ അതും ഒരു വരമായി സ്വീകരിക്കണം. ഭഗവാൻ ഒരാൾ വന്ന് അടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഞാൻ ഭഗവാന്റെ ഭക്തനാണ്, ഭഗവാന്റെ അറിവില്ലാതെ ഒരാൾക്ക് അടിക്കാൻ പറ്റില്ല, അതും ഒരു വരമാണ് എന്നെ നന്നാക്കാനുള്ളത്. അങ്ങനെ തരുന്ന ഭഗവാന്റെ അനുഗ്രഹങ്ങൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം ലഭിക്കും. ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ പറ്റും. ആ കർമ്മം ബന്ധങ്ങൾക്ക് കാരണമാകില്ല. അതായത് ഏതൊരു മനുഷ്യനും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങളെ അഭയം പ്രാപിക്കും. അപ്പം നിങ്ങൾക്ക് ചിലപ്പം മനുഷ്യന്റെ കണ്ണിലെ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാം. ആ മോശപ്പെട്ട അനുഭവം തരുമ്പോൾ അതും ഒരു വരമായി സ്വീകരിക്കണം. അങ്ങനെ വരമായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ സൃഷ്ടി നടത്തിയാൽ ആ സൃഷ്ടിയിൽ നിങ്ങൾക്കൊരിക്കലും ഒട്ടലുണ്ടാവുകയില്ല. ഇപ്പം നിങ്ങൾക്ക് അങ്ങനല്ല. അല്ലാത്തത് കൊണ്ട് നിങ്ങളങ്ങ് ഭഗവാനെ ആശ്രയിക്കുന്നു എന്നൊക്കെ പറയും. നിങ്ങൾ ഭഗവാനെയും ആശ്രയിക്കുന്നു, മക്കളെയും ആശ്രയിക്കുന്നു. അവിടെയാണ് നിങ്ങളുടെ കുഴപ്പം. ഇത് പ്രാവർത്തികമാക്കിയ ആളാണ് പൂന്താനം.
അല്ലെ? പൂന്താനത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ പൂന്താനം എന്താ പറഞ്ഞത്? അതും ഒരു വരമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഈ ഉണ്ണി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭഗവാനെ മറന്ന് അതിലോട്ട് ഒട്ടിപ്പോയേരായിരുന്നു. അതുകൊണ്ട് ഭഗവാനെ ഇതും അങ്ങ് തന്ന വരമാണ്. കണ്ടോ? അതുകൊണ്ട് പൂന്താനം അങ്ങ് ഓടലോടെ പോയി. ഇവിടെ വേറെ ആരും ഓടലോടെ പോയിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ ഉടൽ ഇവിടെ കളഞ്ഞിട്ടാ പോയത്, പൂന്താനത്തെ ഉടലോടെ കൊണ്ടുപോയി. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ അഭയം പ്രാപിക്കുക, ഭഗവാൻ എന്ത് തന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കുക. നിങ്ങൾക്ക് മാനുഷികമായി പറഞ്ഞാൽ നിങ്ങളുടെ മോൻ അല്ലെങ്കിൽ മോക്ക് ജോലി കിട്ടുന്നില്ല, അതും ഭഗവാനെ, അതും നീയാണ് തരുന്നത്. അതിനകത്ത് എനിക്കൊരു വിഷമവുമില്ല. അവന് ജോലി കിട്ടാത്തതിൽ എനിക്കൊരു വിഷമവുമില്ല. അതവൻ്റെ കഴിഞ്ഞ ജന്മത്തിൻ്റെ കയ്യിലിരിപ്പാണ്. ഭഗവാനെ, ഞാൻ നിന്നെ ആശ്രയിച്ചിരിക്കുന്നു, നീ അവന് ജോലി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യൂ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അറിവ് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് സൃഷ്ടി ധൈര്യമായി നടത്താം. നിങ്ങൾക്ക് ബന്ധങ്ങളിൽ ഏതുണ്ടാകില്ല? ഒട്ടല് ഉണ്ടാകില്ല. ഇനി നമുക്ക് 4ാമത്തെ വരിയിലേക്ക് വരാം. സൃഷ്ടൗ തം സമുദൈര യസ ഭഗവൻ ഉല്ലാസയോല്ലാഖതാം. അതായത് സൃഷ്ടൗ സൃഷ്ടിയിൽ, തം ബ്രഹ്മാവിന്, സമുദുരൈക സമുദൈരായ, സമുദൈരയ നല്ലവണ്ണം പ്രേരിപ്പിച്ചു, സമുദൈരയ എന്നാണ്, നല്ലവണ്ണം പ്രേരിപ്പിച്ചു. ഭഗവൻ ഭഗവാൻ, ഉല്ലാസയോ ഭഗവാനെ, ഉല്ലാസയോ സന്തോഷിപ്പിക്കണോ, ഉല്ലാഘാതം ആരോഗ്യത്തെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ബ്രഹ്മാവിന് അനുഗ്രഹം കൊടുത്തിട്ട് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് കയറി ഗൂഢമായി ഇരിപ്പുറപ്പിക്കുകയും എന്നിട്ട് സൃഷ്ടികർമ്മത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് കയറി ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ബ്രഹ്മാവിനെ സൃഷ്ടികർമ്മത്തിനായി പ്രേരിപ്പിച്ച അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, എൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിച്ചു തരേണമേ. ഇതാണ് ഇതിലെ പ്രാർത്ഥന. ഇവിടെ ഭഗവാൻ എന്നാണ് ഗുരുവായൂരപ്പനെ വിളിച്ചിരിക്കുന്നത്. എന്താ ഭഗവാൻ? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഇതിൻ്റെ എല്ലാം കൂടെ മൂർത്തിമത് ഭാവം, ഇതെല്ലാം ചേർന്ന ഭാവമാണ് ഭഗവാൻ. അപ്പൊ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യവും വീര്യവും യശസ്സും ശ്രീയും ജ്ഞാനവും വൈരാഗ്യവും എല്ലാം ചേർന്ന ആളാണ്. അങ്ങനെ ഉള്ളവരെയാണ് ഭഗവാൻ എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനെ എന്ന് വിളിച്ചത്. എന്നിട്ട് ആ ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ, അങ്ങ് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ കയറി സൃഷ്ടികർമ്മങ്ങൾ നടത്താൻ ബ്രഹ്മാവിനെ പ്രേരിപ്പിച്ചു. അങ്ങനെ പ്രേരിപ്പിച്ച പൊന്നു തമ്പുരാനെ, എൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കണമേ. ഇവിടെ ആരോഗ്യം എന്നതിന് രണ്ടർത്ഥം പറയാം. ഒന്ന് ശാരീരിക ആരോഗ്യം, രണ്ട് മാനസിക ആരോഗ്യം. അതായത് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമാവുകയും അവിടെ സ്വാത്വികമായ ഒരു പ്രകാശം പരക്കുകയും ചെയ്യും. അതോടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സകല നെഗറ്റീവ് ചിന്തകളും സകല സംശയങ്ങളും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ടെൻഷനുകളും എല്ലാം അങ്ങ് മാറിക്കിട്ടും. മാറിക്കിട്ടുക മാത്രമല്ല, പിന്നെ നമ്മൾ മക്കളെ കാണുമ്പോൾ അതേ, ഇത് ഞാൻ ബ്രഹ്മാവ് പ്രജകളെ സൃഷ്ടിച്ചതുപോലെ ഞാനും പ്രപഞ്ചം നിലനിർത്താൻ വേണ്ടി നടത്തിയ വെറും ഒരു സൃഷ്ടികർമ്മം മാത്രമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അവൻ്റെ വിധി നിശ്ചയിക്കുന്നത് ഗുരുവായൂരപ്പൻ, അവൻ അതനുസരിച്ചങ്ങ് പൊക്കോളും. അപ്പം നിങ്ങൾക്ക് എന്ത് പറ്റുന്നു? മകനോടും മകളോടും ഒട്ടലില്ല, അവർക്ക് പ്രശ്നങ്ങൾ വന്നാൽ ദുഃഖമില്ല. അതോടെ നിങ്ങൾക്ക് മാനസിക ആരോഗ്യം കിട്ടും. അപ്പൊ ഭട്ടതിരിപ്പാട് ഒറ്റയടിക്ക് 2 പ്രാർത്ഥന.
ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ കയറി ബ്രഹ്മാവിനെ സൃഷ്ടി നടത്താൻ പ്രേരിപ്പിക്കുന്ന ഭഗവാനെ എൻ്റെ ഹൃദയത്തിലേക്കും കൂടെ കയറിയിട്ട് എനിക്ക് ലൗകിക ജീവിതത്തിലുള്ള ഒട്ടലുകളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചിട്ട് എനിക്ക് മാനസിക ആരോഗ്യവും അതോടൊപ്പം തന്നെ ശാരീരിക ആരോഗ്യവും തരേണമേ. അതാണ് ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന. നമുക്ക് ശാരീരിക ആരോഗ്യം മാത്രം പോരാ, മാനസികവും വേണം. അല്ല, മാനസിക ആരോഗ്യം മാത്രം പോരാ, ശാരീരികവും വേണം. ഇത് രണ്ടും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ജീവിതം സന്തുഷ്ടമാകൂ. അതുകൊണ്ട് ഭട്ടതിരിപ്പാടിനോടൊപ്പം രാധേ രാധേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും കൈകൾ കൂപ്പൂ. നിങ്ങൾ രണ്ട് കൈകളും എടുത്ത് ഇപ്പം നെഞ്ചത്ത് പിടിച്ചിട്ട് പൊന്നു ഗുരുവായൂരപ്പനോട് ഇങ്ങനെ പ്രാർത്ഥിക്ക്. ഗുരുവായൂരപ്പ കൃഷ്ണ കൃഷ്ണ, ഞങ്ങൾക്ക് മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും തരണേ ഭഗവാനേ. പൊന്നു തമ്പുരാനേ, ഞങ്ങൾക്ക് മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും തരണേ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.